ഡൽഹിയിൽ വീണ്ടും ബുൾഡോസർ നടപടി. ഇന്ന് പുലർച്ചെ തുറക്മാൻ ഗേറ്റിലെ ഫൈസലാഹി പള്ളിയോട് ചേർന്നുള്ള കയ്യേറ്റങ്ങൾ പൊളിച്ചു കളഞ്ഞതിൽ രോഷം പുകയുന്നു. കല്ലേറിനും ആക്രമണങ്ങളിലും കണ്ടാൽ തിരിച്ചറിയുന്ന കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ 10 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 5 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. തുർക്മാൻ ഗേറ്റിൻ്റെ ഒരു വശത്തുള്ള മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശമാണ് അവിടെ അനധികൃത കയ്യേറ്റം എന്നുള്ള പേരിൽ MCD ഡൽഹി പോലീസിൻ്റെ സഹായത്തോടു കൂടി പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. നോക്കൂ ഏത് തരത്തിലാണ് ബുൾഡോസർ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത് എന്ന്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു വലിയ കോലാഹലങ്ങൾ. ഏകദേശം 17ലധികം ബുൾഡോസറുകൾ ഈ പ്രദേശത്തേക്ക് എത്തി പൊളിച്ചു കളയുന്ന, അതായത് ഈ അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ കുടി ഒഴിപ്പിച്ച് അത് പൊളിച്ചു കളയുന്ന നടപടി ആരംഭിച്ചത്. വലിയ വലിയ കെട്ടിടങ്ങൾ തന്നെയാണ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. ആളുകളെ രോഷാകുലരാക്കിയത് ഈ മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും പൊളിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ കല്ലേറും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ശാന്തതയുണ്ട്. यही देख रहा हूँ 15 साल से कि एक तरफ राजनीति हो रही है, पता नहीं दिमाग में क्या लोगों के घुसी है या गवर्नमेंट के दिमाग में क्या घुसी है, समझ नहीं आया. വലിയ രീതിയിൽ ഇപ്പോഴും സുരക്ഷ ഈ പ്രദേശത്തേക്കെല്ലാം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും അതുപോലെ പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നവംബറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി, ഡൽഹി ഹൈക്കോടതി വിധിയായിരുന്നു ഈ തുർക്മാൻ ഗേറ്റിൻ്റെ പരിസരത്തുള്ള പ്രധാനമായിട്ട് ഈ മസ്ജിദിനോട് ചേർന്നുള്ള അനധികൃത കുടിയേറ്റങ്ങൾ അതെല്ലാം ഒഴിപ്പിച്ച് കളയണം, പൊളിച്ചു കളയണം എന്നുള്ള കാര്യം 3 മാസത്തെ സമയം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നോട്ടീസൊക്കെ നൽകിയതാണ്. എന്നാൽ ഈ പള്ളി കമ്മിറ്റിക്കാർ തന്നെ MCDയുടെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നോട്ടീസും നൽകിയിരുന്നു. പുറകിൽ വലിയ പോലീസ് അർദ്ധസൈനിക ബന്ദോബസ്തുള്ള സ്ഥലം കാണാം. അതിന് പുറകിലുള്ള ആ ചെറിയ തെരുവിൽ നിന്നാണ് ഈ പ്രതിഷേധം വൻതോതിൽ പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ നിന്നുമാണ് ആളുകളെല്ലാം തന്നെ പോലീസിന് നേരെ കല്ലെറിഞ്ഞത്. രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ട്രാഫിക് ജാമൊക്കെ വരില്ലേ. ട്രാഫിക് ജാം വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ജോലിക്കൊക്കെ പോകണ്ടേ. രാത്രി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രാത്രി അത് CCTV ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ സെക്ഷൻ എടുക്കും. നമുക്ക് ആ ദൃശ്യത്തിൽ നേരെ കാണാം. ആ പള്ളിയെ സംബന്ധിച്ച് കുറച്ച് നാൾ മുൻപാണ് മറ്റൊരു കുപ്രസിദ്ധമായിട്ടുള്ള കാര്യം കൂടി നടന്നത്. ഡൽഹി ചാവേർ ആക്രമണത്തിൽ ആ ചാവേർ ആയിരുന്ന ഉമർ നബി ഇവിടേക്ക് എത്തിയിരുന്നു. അത് CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമായതാണ്. അതും സംഭവിച്ചത് ഇവിടെ തന്നെയായിരുന്നു. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ആ ദൃശ്യത്തിലുണ്ടായിരുന്നുള്ള ചുറ്റിപ്പറ്റിയിട്ടുള്ള പല കെട്ടിടങ്ങളും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും JCBയുടെ നടപടി നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.